ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 തൻ്റെ ഗ്രൂപ്പിലുള്ളവർ തന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിൽ വളരെ മനംനൊന്ത് പൊട്ടിക്കരയാണ് നമ്മുടെ ജിസേൽ. അങ്ങനെ കരഞ്ഞുകൊണ്ട് നേരെ വാഷ്റൂം ഏരിയയിലേക്ക് ഓടിപ്പോയി. പിന്നെ ബാത്റൂമിനകത്ത് കയറിയിരുന്ന് കരഞ്ഞു തളരുവാണേ പാവം നമ്മുടെ ആര്യൻ ആ സമയത്ത് പിറകെ തന്നെ പോയി കഥകൊക്കെ തട്ടി വിളിച്ച് നമ്മുടെ ജിസേലിനെ പുറത്തിറക്കി കൊണ്ടുവന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയം അവിടത്തേക്ക് നമ്മുടെ അക്ബർ വരുന്നുണ്ട്. അക്ബറിനെ കണ്ടപ്പോൾ പിന്നെ ജിസേൽ സങ്കടമൊന്നും പറയണ്ട. ജിസേൽ പറയുന്നുണ്ട്, എനിക്ക് നീ ചെയ്തതാണ് ആകെ വല്ലാത്ത വിഷമമായി പോയത്. കാരണം എൻ്റെ പേരെടുത്ത് നീ പറഞ്ഞില്ലേ, നീ ആദ്യം എൻ്റെ പേര് പറഞ്ഞിട്ടല്ലേ ലക്ഷ്മിയുടെ പേര് പറഞ്ഞത്, അതിനർത്ഥം ഞാൻ കുഴപ്പക്കാരിയാണെന്നല്ലേ, നീ എന്നാലും എന്നെ ഇങ്ങോട്ട് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്നോ, എന്തൊരു സങ്കടമാണെന്നറിയാം ജിസേലിന്. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ജിസേലിനെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് വളരെ മോശമായി പോയി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടതാണ്, ജിസേലിൻ്റെ കൈക്ക് എങ്ങനെ പോലും 6-7 സ്റ്റിച്ചൊക്കെ ഉണ്ട്, നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലും പല കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ബാത്റൂം ക്ലീനിങ്ങിനൊക്കെ ജിസേലിന് ചെയ്യുന്നില്ല, അത് ശരിയാണ്. ചിലപ്പോൾ അവർക്ക് കൈക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കാം. കാരണം മനുഷ്യനല്ലേ, എന്തായാലും സ്റ്റിച്ചൊക്കെ ഇട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വേദനയൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണോ നമ്മുടെ കിച്ചണിനകത്ത് പോയി ഇരിക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ എന്തായാലും ചെറിയൊരു മാനുഷിക പരിഗണന നമ്മുടെ ജിസേലിന് കൊടുക്കാമായിരുന്നു. കാരണം കൈക്കല്ലേ വേദനയൊക്കെ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ടെങ്കിലും ഈ ഒരാഴ്ച അവർക്ക് ഒരു എന്താ പറയുക, ഒരു റെസ്റ്റൊക്കെ കൊടുക്കാമായിരുന്നു. ഈ ആഴ്ച തന്നെ ജയിൽ നോമിനേഷനിലേക്ക് ഇട്ടത് വളരെ മോശമായിപ്പോയി കേട്ടോ. അത് അവരുടെ കൂടെയുള്ളവർ തന്നെ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ആ സമയം നമ്മുടെ ആര്യം പറയുന്നുണ്ട് ബിന്നിയോടും അക്ബറിൻ്റെ അടുത്തും ഒക്കെ നമ്മൾ കുറച്ച് ആൾക്കാർ ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് നമ്മുടെ ജിസേലിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജിസേലിനെ ജയിൽ നോമിനേഷനിലേക്ക് ഇട്ടത് വളരെ മോശമായി പോയി കേട്ടോ.